നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സതീശൻ ഭരിക്കാൻ തുടങ്ങി 100 ദിവസമായി. തൊട്ടപ്പുറത്ത് LDFിൻ്റെ കാര്യം കട്ടപ്പുക. പ്രതിപക്ഷ ഉപനേതാവിനെ നിശ്ചയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ പിണറായിയും CPMും തമ്മിൽ കട്ടപ്പോര്. പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം. ഉപനേതാവിനെ പാർട്ടിയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണം. വല്ലാത്തൊരു കടുംപിടുത്തം. ഇപ്പുറത്ത് സതീശൻ മിന്നിക്കുകയാണ്. ഭരണത്തിൽ ഇരട്ടത്തൂൺ എന്ന് പറയുന്നത് പോലെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ മുന്നേറ്റം. ഒരു വശത്ത് സതീശൻ്റെ കട്ട ഡയലോഗുകൾ, മറുവശത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ തൂഫാൻ. സംഗതി പൊളിക്കുകയായിരുന്നു 100 ദിവസം. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ 100 ദിനം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ അന്ന് കോരിത്തെരിപ്പിച്ചിരുന്നു. 100 ദിന കർമ്മ പരിപാടികൾ കൊണ്ട് കേരളത്തെ ഇളക്കി മറിച്ചായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ തുടക്കം. എന്നാൽ പിന്നീട് തലകുത്തനെ വീഴുന്ന UDF മന്ത്രിസഭയെ നമ്മളന്ന് കണ്ടു. സതീശൻ മന്ത്രിസഭയ്ക്ക് അത്തരമൊരു ഗതികേടുണ്ടാവട്ടെ എന്ന് നമുക്ക് ആദ്യമേ പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് VD സതീശൻ മന്ത്രിസഭയിൽ ജനങ്ങൾക്ക് ഇത്രയേറെ പ്രതീക്ഷ? കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ചു മുടിച്ച് വല്ലാത്തൊരു പരുവത്തിലായ പിണറായി വിജയൻ സർക്കാർ ഒടുവിൽ ഗതികെട്ടാണ് ജനങ്ങൾ അവരെ കസേരയിൽ നിന്ന് ഇറക്കി വിട്ടത്. പകരം VD സതീശൻ കരുത്തോടെ കയറിയിരുന്നു. VDയുടെ വാക്കുകൾക്ക് വലിയ വില ജനങ്ങൾ കൊടുത്തു. നല്ല കരുത്തുറ്റ വാക്കുകൾ. VD സതീശനൊപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അങ്ങ് തിളങ്ങി. ആരോഗ്യമന്ത്രി K മുരളീധരനും തകർത്താടി. പൊതുവെ കുഴപ്പമില്ല VD ടീം എന്ന് തോന്നൽ കേരളത്തിനുണ്ടായി. പ്രതിപക്ഷത്തകപ്പെട്ട പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടി. പക്ഷേ ഇരിക്കപ്പുറതിയില്ല. മകളെ തേടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളും പിന്നാലെ കൂടി. ഒരു വശത്ത് പിണറായി വിജയൻ്റെ വീടടക്കം അരിച്ചുപെറുക്കി EDയുടെ റെയ്ഡ്. മറുവശത്ത് മരുമകൻ മുഹമ്മദ് റിയാസിന് കിടക്കപ്പുറതിയില്ല. റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളും സ്ഥാപനങ്ങളുമൊക്കെ ED അരിച്ചുപെറുക്കുന്നു. എല്ലാം കൊണ്ട് ജഗപുകയാണ്. പിണറായി വിജയൻ ആകെ മുങ്ങിത്താണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ LDFനും CPMനും ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. ഗതികെട്ട് CPM ഇപ്പോൾ LDFിൽ നിന്നിറങ്ങി UDFിൽ ചേക്കേറാനുള്ള ശ്രമവും തുടങ്ങി. ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സതീശൻ്റെ തുടക്കം. അതൊക്കെ ഗംഭീരം. സതീശൻ ഇതുവരെ ചെയ്തത് വലിയ കുഴപ്പമില്ല. എന്നാൽ സതീശൻ്റെ വാക്കും പ്രവൃത്തിയും ജനങ്ങൾ വലിയ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും എന്ന ചിന്ത UDF സർക്കാരിനുണ്ടായാൽ നല്ലത്. എന്തുകൊണ്ടാണ് VD സതീശൻ സർക്കാരിനിപ്പോൾ വലിയ കയ്യടികൾ കിട്ടുന്നത്? വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ഇക്കഴിഞ്ഞ മെയ് 18-ാം തീയതി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ജനസാഗരത്തെ സാക്ഷി നിർത്തി തുടക്കം കുറിച്ച ഈ മന്ത്രിസഭ. സത്യപ്രതിജ്ഞ ചടങ്ങിലെ മേനോൻ പ്രയോഗമായിരുന്നു ആദ്യ വിവാദം. എന്നാൽ അത് കരുത്തുറ്റ ഒരു പ്രയോഗമാക്കി സതീശനങ്ങ് മാറ്റി. VD സതീശൻ്റെ ഹണിമൂൺ കാലഘട്ടം അത്ര മധുരതരമായിരിക്കില്ല എന്ന് പലരും വിധിയെഴുതി. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ സതീശൻ പെട്ടെന്ന് തന്നെ നിലംപൊത്തുമെന്ന് പ്രവചിച്ചു. KC വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ കളികൾ തന്നെയായിരുന്നു സതീശൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും മലർത്തി അടിച്ചുകൊണ്ടായിരുന്നു സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കടന്നുവരവ്. അതാവട്ടെ ജനങ്ങളെ ചേർത്തുപിടിച്ചുള്ള സോഷ്യൽ മീഡിയ ഓപ്പറേഷനും. ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ തിളങ്ങിയത് ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ ഇടിമിന്നലായി മാറി. കേരളത്തിൻ്റെ നഗരങ്ങളിൽ ലഹരി മാഫിയയ്ക്കുമേൽ പോലീസ് കയറി മേഞ്ഞ കാഴ്ച. ഇതോടെ വലിയ കയ്യടി സർക്കാരിന് ലഭിച്ചു. ഒപ്പം പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കി സതീശൻ തൻ്റെ കുതിപ്പ് തുടർന്നു. ശക്തമായ ഭരണവിരുദ്ധ തരംഗത്തിൽ 140 സീറ്റിൽ 102 പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു സതീശൻ്റെയും UDFിൻ്റെയും കടന്നുവരവ്. ഘടകകക്ഷികൾ കട്ടയ്ക്ക് നിൽക്കുന്നു. മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ വലിയ ആധിപത്യ മനോഭാവം പുലർത്തുമെന്നായിരുന്നു കേരളം കരുതിയത്. എന്നാൽ നിശബ്ദതയാണ് നല്ലത് എന്ന് കുഞ്ഞാലിക്കുട്ടിക്കും തങ്ങൾക്കും അറിയാം. പമ്മിയിരുന്ന് കാര്യങ്ങൾ നേടുക. ലീഗ് വലിയ ബഹളത്തിന് ശ്രമിക്കാത്തത് കൊണ്ട് സതീശൻ അത് വലിയ തലവേദനയായില്ല. തോൽവിയുടെ ഞെട്ടലിൽ പടുകുഴിയിൽ നിന്ന് കരകയറാൻ കഴിയാതെ പിണറായി വിജയനും കൂട്ടരും. ആരെങ്കിലും പുറത്തേക്ക് വന്ന മാധ്യമങ്ങളോട് എന്തെങ്കിലും ഒന്ന് ഉരിയാടിയാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളോട് ട്രോൾ. MV ഗോവിന്ദന് നാവനക്കാൻ കഴിയുന്നില്ല. ഭാര്യയെ മത്സരിപ്പിച്ചതടക്കം പാർട്ടിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ. ഗത്യന്തരമില്ലാതെ ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരെ കാണാതെ പലപ്പോഴും ഊളിയിട്ടു. ഇതിനിടയിലാണ് 10 വർഷം മുമ്പ് മറന്നുവെച്ച സമരപരിപാടികളും പ്രതിഷേധ പരിപാടികളും പുറത്തെടുക്കാൻ DYFI CPM നേതാക്കളുടെ തീരുമാനം. സമരപരിപാടികളുമായി രംഗത്തിറങ്ങിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് പഴയ കേരളമല്ല.
ജനങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. ഒരുതരം തേമ്പിയ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തിറങ്ങിയ CPM പ്രവർത്തകരെ സോഷ്യൽ മീഡിയയും ജനങ്ങളും കൂകി ഓടിച്ചു. നിയമസഭയിലാവട്ടെ സാധാരണ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തെ ആക്രമിക്കുന്നത്. ഇക്കുറി പ്രതിപക്ഷത്തെ ആക്രമിക്കുന്ന മുഖ്യമന്ത്രിയും ഭരണപക്ഷവും. ഒന്ന് എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ല പ്രതിപക്ഷ നേതാക്കൾക്ക്. അങ്ങനെ ആകെക്കൂടി വീർപ്പ് മുട്ടിയ അവസ്ഥ നിയമസഭയിലും. കോൺഗ്രസിലെ ചില വലിയേട്ടന്മാർ ഇതിനിടയിൽ തലപൊക്കി. അതിലൊരു ഉത്തമ കഥാപാത്രമാണ് VM സുധീരൻ. പതിവ് ശൈലിയിൽ സുധീരൻ VD സതീശനെ തിരുത്താനിറങ്ങി. സതീശനാവട്ടെ സുധീരനിട്ട് തിരിച്ചു കൊടുത്തു. ജനങ്ങൾ കട്ടക്കിറങ്ങി സുധീരനെ ഓടിച്ചു. പിന്നെ സുധീരൻ പോയ വഴിയെ ഒരൊറ്റ രോമം പോലും കിളിക്കില്ല എന്നതാണ് അവസ്ഥ. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ടു എങ്കിലും ഭരണതലത്തിൽ തന്റെ മികവ് രമേശ് ചെന്നിത്തല പുറത്തെടുത്തു. അതുതന്നെയായിരുന്നു UDF മന്ത്രിസഭയുടെ ഏറ്റവും വലിയ കരുത്തും. ഓപ്പറേഷൻ തൂഫാൻ ആദ്യ 100 ദിനങ്ങളിലെ ഏറ്റവും മികച്ച പദ്ധതി. മുൻ സർക്കാരിൻ്റെ കാലത്ത് ലഹരി മാഫിയ എത്രത്തോളം കേരളത്തിൻ്റെ മണ്ണിൽ പിടിമുറുക്കിയിരുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യവും ചിത്രവുമാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ കേരളം കണ്ടത്. VD സതീശനുമായി ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇടയ്ക്ക് തൂഫാനിൽ കുടുക്കിയത് ഒരായുധമാക്കി മാറ്റാൻ പ്രതിപക്ഷം ശ്രമിച്ചു. എന്നാൽ അതിനേക്കാളൊക്കെ അതിശക്ത പോരാട്ടമായിരുന്നു തൂഫാൻ എന്ന് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞു. പ്രിയദർശിനി പദ്ധതി തുടക്കത്തിൽ തന്നെ പാളും എന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. 3125 ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ ജൂൺ 15 മുതൽ പദ്ധതി പ്രഖ്യാപിച്ചത്. പിന്നീട് പ്രിയദർശിനി പദ്ധതി ഹിറ്റായി മാറുന്ന കാഴ്ച കേരളത്തെ കോരിത്തെരിപ്പിച്ചു. ആദ്യ വിമർശനങ്ങളൊക്കെ മണ്ണിട്ട് മൂടേണ്ടി വന്നു പ്രതിപക്ഷത്തിനും. ഇതിനിടയിൽ എല്ലാവർക്കും സൗജന്യം നൽകേണ്ട അർഹതപ്പെട്ടവർക്ക് മാത്രമായി ഈ പദ്ധതി ചുരുക്കണമെന്ന പുനർചിന്ത UDFിലും വന്നുകൂടിയിട്ടുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സതീശൻ കേരളത്തെ ഞെട്ടിച്ചത് ആശാവർക്കർമാരുടെ വേതനത്തിൽ 3000 രൂപയുടെ വർധനവായിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ആശാവർക്കർമാർ നടത്തിയ സമരം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ആശാവർക്കർമാരെ ചേർത്തു പിടിച്ചു. എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുമെന്ന വാഗ്ദാനം. അങ്ങനെ ഓണത്തിന് മുൻപ് കൃത്യമായി പെൻഷനുകൾ വിതരണം ചെയ്തുകൊണ്ട് ഓണവും പൂക്കി സതീശൻ. അധികാരമേറ്റ് 2ാം ദിനത്തിൽ UDF സർക്കാരിന് മുന്നിൽ ഒരു വലിയ പരീക്ഷണം. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ വാഴക്കുളം വില്ലേജിൽ മലയിടം തുരുത്ത് കരയിലുള്ള തർക്കഭൂമി പരിയത്തുകാവ് സുപ്രീം കോടതി വിധിപ്രകാരം ഒഴിപ്പിക്കാൻ പോലീസ് എത്തിയപ്പോൾ സ്ഥലത്ത് വലിയ പ്രതിരോധം. സംഘർഷം ശക്തമായി. ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടു. പിന്നാലെ സമരം CPM ഏറ്റെടുത്തു. VD സതീശൻ വെള്ളം കുടിക്കുമെന്ന പ്രതിപക്ഷ നേതാക്കൾ. എന്നാൽ 58 വർഷമായി പരിഹരിക്കപ്പെടാതെ തുടർന്ന പ്രശ്നം ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കുന്ന കേരള സർക്കാരിനെ ജനങ്ങൾ കയ്യടിയോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. മുൻകാലങ്ങളിൽ വലിയ ജനരോക്ഷത്തിന് വഴിവെച്ച സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന് സതീശൻ പ്രഖ്യാപിച്ചു. അതിനായി സർവേ നടത്തി കുരുക്കിലായ ജനങ്ങളുടെ ഭൂമിക്ക് മോചനം നൽകി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മകൾക്ക് നിയമനം നൽകിയതും ജനങ്ങളുടെ കയ്യടി നേടിയെടുത്ത മറ്റൊരു കാര്യം. VD സതീശൻ്റെ ബജറ്റ് കേരളം ഉറ്റുനോക്കി. മിഷൻ സമുദ്ര പദ്ധതിയായിരുന്നു അതിലെ ഹൈലൈറ്റ്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നും ബജറ്റിലൂടെ സതീശൻ പ്രഖ്യാപിച്ചു. സമുദ്ര മിഷൻ പദ്ധതിയുടെ ഭാഗമായി വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് കടന്നുചെന്ന സതീശൻ വീണ്ടും ജനങ്ങളിൽ പ്രതീക്ഷ നിറച്ചു. ആലപ്പുഴയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന രക്ഷാപ്രവർത്തന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചു കളഞ്ഞു സതീശൻ. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാർക്കെതിരെ നടപടി. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തലിനെ തുടർന്ന് മുൻ ADGP അജിത് കുമാറിനെതിരെ ശക്തമായ നിലപാടും നടപടിയും. ഓണക്കാലമെന്നും കീറാമുട്ടിയാണ് സംസ്ഥാന സർക്കാരുകൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരള സർക്കാരിന്. എന്നാൽ ഇക്കുറി ഓണക്കാലത്ത് ജനങ്ങൾക്ക് ഭാരമാകാത്ത തലത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു. സപ്ലൈകോ സ്റ്റോറുകളിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തി. ഓണക്കാലത്ത് അർഹരായവർക്കുള്ള കിറ്റ് യഥാസമയം വിതരണം ചെയ്തു. ഒരു വശത്ത് ഭരണപരമായ നേട്ടങ്ങൾ, മറുവശത്ത് ചില പാളിച്ചകളും സർക്കാരിനെ വേട്ടയാടി. ഭരണപരിചയമില്ലായ്മ സതീശനും സർക്കാരിനുമൊക്കെ തുടക്കം മുതൽ വെല്ലുവിളിയായിരുന്നു. നിയമനങ്ങളിലെ പിഴവുകളിൽ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് ആകെ തുലച്ചടുക്കി. മന്ത്രി സണ്ണി ജോസഫ് പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുവിനെ നിയമിച്ചത് വലിയ വിവാദമായി. പിടിച്ചു നിൽക്കാൻ വയ്യാതായതോടെ ബന്ധുവിനെ ഒഴിവാക്കി. മുൻ സർക്കാരിൻ്റെ കാലത്ത് വിവാദങ്ങൾ ഏറെ ഉയർത്തിയ PM ശ്രീ പദ്ധതി തുടർന്നതും സതീശന് വലിയ വെല്ലുവിളിയായിരുന്നു.
എന്നാൽ ആ പദ്ധതിയിൽ നിന്ന് തടിയൂരാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് സതീശൻ കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. മന്ത്രിസഭാംഗങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഭരണപരിചയക്കുറവ്. തുടക്കം മുതൽ ഇത് കല്ലുകടിയായിരുന്നു എന്ന് വ്യക്തം. മറുവശത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് സതീശന് വലിയ ആശങ്കയായി മാറി. വൈദ്യുതി പ്രതിസന്ധിയാണ് ഈ സർക്കാരിനെ തുടക്കം മുതൽ കുഴപ്പിച്ച മറ്റൊരു വസ്തുത. ഉയർന്ന ഉപഭോഗവും എൽനിനോ പ്രതിഭാസവും മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നു. ഇതോടെ വൈദ്യുതി നിയന്ത്രണത്തിന് നിർബന്ധിതരായി സർക്കാർ. 10 വർഷം പവർ കട്ടില്ലാതിരുന്ന കേരളത്തിൽ തുടർച്ചയായി പവർ കട്ടുകൾ, അതും പല സമയങ്ങളിൽ. ഡാമുകളിൽ മുൻവർഷത്തേതുപോലെ വെള്ളമെത്താത്തത് വലിയ പ്രതിസന്ധിയെന്ന് വൈദ്യുതി മന്ത്രി. ഇടതു സർക്കാർ നടപ്പിലാക്കിയ ചില പദ്ധതികൾ പൊളിച്ചെഴുതിക്കൊണ്ടാണ് സതീശൻ സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ. സിൽവർ ലൈൻ പദ്ധതി അതിലൊന്ന്. ഇടതു സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതി പൊളിച്ചടുക്കി മറ്റൊരു തലത്തിൽ ജനോപകാരപ്രദമായ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും കയ്യടി നേടിയ സതീശൻ സർക്കാർ. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്ന പരിപാടി ഇനി വേണ്ട എന്ന് വി.ഡി. സതീശൻ സർക്കാർ അങ്ങ് നിശ്ചയിച്ചു. അതൊക്കെ അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. കോൺഗ്രസിലെ ചരടുവലികൾക്കിടയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭീതി തുടക്കം മുതൽ സതീശൻ ക്യാമ്പിനുണ്ട്. കരുത്തരായ KC വിഭാഗം മറുഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഒരു ചെറിയ വീഴ്ച മതി വി.ഡി. സതീശൻ്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ഉയരാൻ. MLA-മാരിൽ മഹാഭൂരിപക്ഷവും ഇപ്പോഴും KCയെ പിന്തുണയ്ക്കുന്നു. ഭരണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് എല്ലാ വകുപ്പുകളിലും ഇടപെടാനായി ഒരു പദ്ധതി സതീശൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ എല്ലാ വകുപ്പുകളിലും ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ ഉപദേശകരായി നിയമിച്ചു. ജൂലൈ 1 മുതൽ ആരംഭിച്ച 100 ദിന കർമ്മ പദ്ധതി പൂർത്തിയാക്കുക സതീശന് മുന്നിലുള്ള ഏറ്റവും മുഖ്യ വിഷയം. പ്രിയദർശിനി ബസ് ഹിറ്റായതോടെ ശത്രുക്കൾ ഇപ്പോൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്ന് 100 ദിനം ആഘോഷിക്കുന്ന വി.ഡി. സതീശൻ്റെ പ്രിയദർശിനി ബസ്സുകൾക്ക് നേരെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ കല്ലേറ്. കല്ലറയിലും വെഞ്ഞാറമൂട്ടിലുമാണ് ബസ്സുകൾക്ക് നേരെ മുഖ്യമായ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന വിവരം. കല്ലേറിൽ 2 ബസ്സുകളുടെയും മുൻവശത്തെ ചില്ല് തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രി പരപ്പിൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് നേർക്കാണ് ആദ്യം ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ ചില്ലും തകർത്തു. വെഞ്ഞാറമൂട് കിളിമാനൂർ ഡിപ്പോകളിലെ ബസ്സുകൾക്ക് നേരെയാണ് മുഖ്യമായ ആക്രമണം. സംഭവത്തിൽ KSRTC അധികൃതർ പോലീസിന് പരാതി നൽകി. പിന്നിട്ട 100 ദിനങ്ങൾ വിലയിരുത്തുമ്പോൾ ഓണവിപണിയിൽ സർക്കാർ മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. മിഷൻ സമുദ്രയിലെ സതീശൻ്റെ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം എന്ന് കാത്തിരുന്ന് കാണാം. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് സതീശൻ സർക്കാരിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എത്രമാത്രം ഫലപ്രദമായി ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ കഴിയും എന്ന് കാത്തിരുന്ന് കാണാം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സതീശൻ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ സതീശൻ്റെ പ്രഖ്യാപനവും വിജിയുടെ നീക്കങ്ങളും എവിടെ പൊരുത്തപ്പെടും? സാമ്പത്തിക മാനേജ്മെൻറ്റ് പരീക്ഷണ ഘട്ടത്തിലാണ് എന്ന് നമുക്ക് ഈ 100 ദിനം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാം. വ്യവസായ നിക്ഷേപം എത്രത്തോളം കേരളത്തിലെത്തും എന്ന് കാത്തിരുന്ന് കാണാം. അഴിമതിരഹിതമായ ഒരു സുതാര്യ ഭരണമെന്നാണ് സതീശൻ്റെ പ്രഖ്യാപനം. അത് കൂടുതൽ തെളിഞ്ഞു വരണം. എല്ലാം നന്നാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് 100 ദിനം ആഘോഷിക്കുന്ന സതീശന് അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.